ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ സില്ലി ലോക്സ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമുക്ക് ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം. ഇത് നമുക്ക് ഒരു അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെയും കൂടെയൊക്കെ നല്ലവണ്ണം ചേർന്ന് പോകുന്ന ഒരു ഡിഷാണ്. ഇതിന് നമുക്ക് ഒരു 4 സവാള എടുക്കാം. അത് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. ഇതിൽ 4 കൂടുതലെടുക്കാം. കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. പിന്നെ നമുക്കൊരു 3-4 തക്കാളി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ തക്കാളിയും ഞാൻ സ്ലൈസ് ചെയ്തെടുത്തേക്കാണ്. നമുക്ക് പുളിയൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് കൂടുതൽ എടുക്കാം കേട്ടോ. പിന്നെ ഒരു 3-4 ഗാർലിക്കും പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഞാൻ എടുത്തേക്കാണ്. അത് ഞാനിപ്പോൾ ചതക്കയാണ്. നമുക്ക് മുറിച്ചെടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ ചതച്ചെടുക്കുന്നതിനാണ്. അതുകൊണ്ട് ഞാനിത് ചതച്ചെടുക്കുകയാണ്. കൂടുതൽ പേസ്റ്റ് ആവേണ്ട കാര്യമില്ല, ഒന്ന് ചതഞ്ഞാൽ മതി നല്ലോണം. അതിൻ്റെ കൂടെ നമുക്കൊരു 3-4 പച്ചമുളകും അത് എരിക്കനുസരിച്ച് ഉള്ള പച്ചമുളക് നമുക്ക് ആവശ്യമനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ മുട്ട നമുക്ക് പുഴുങ്ങിയെടുക്കണം. നമുക്ക് സ്റ്റൗ ടോപ്പിൽ വേണമെങ്കിലും പുഴുങ്ങിയെടുക്കാം. ഇപ്പം ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത് എഗ് കുക്കറാണ്. ഒരു 6 മുട്ട അറ്റ് എ ടൈം നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഒത്തിരി എളുപ്പമുള്ളതാണ്, ഒത്തിരി ഈസിയാണ്. ലൈക്ക് ഇപ്പോൾ നമുക്ക് ഹാർഡ് ബോയിൽഡ് വേണമെങ്കിൽ ഹാർഡ് ബോയിൽഡ് ഉണ്ടാക്കാം, സോഫ്റ്റ് ബോയിൽഡ് മതിയെങ്കിൽ സോഫ്റ്റ് ബോയിൽഡ് ഉണ്ടാക്കാം. ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്കതിനെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇത് കുക്ക്ഡ് ആകുമ്പോൾ അതൊരു വോയിസ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്താൽ മതി. ഇത്തിരി ഈസിയാണ്. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ അതിപ്പോൾ കുക്കായതിന് ശേഷം ഞാനതെടുത്ത് തണുത്ത വെള്ളത്തിൽ ഇട്ട് പൊളിച്ചെടുക്കുകയാണ്. ഞാൻ പൊളിക്കാറായപ്പോഴേക്കും എൻ്റെ മകനും വന്നു എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ. പക്ഷേ ഹെൽപ്പ് ചെയ്ത് ഞാൻ 6 മുട്ടയാണ് എടുത്തത്. ഹെൽപ്പ് ചെയ്ത് ഒരു മുട്ട അവൻ്റെ വയറ്റിൻ്റെ അകത്തായി. അവസാനം 5 മുട്ടയേ ഉള്ളൂ ആക്ച്വലി. അങ്ങനെ നല്ലവണ്ണം 5 മുട്ട ഞാൻ പൊളിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനൊരു 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. അത് ഞാൻ നല്ലവണ്ണം പൊടിച്ചെടുക്കുകയാണ്. ഇത് ഞാൻ ഇപ്പോൾ ഫ്രഷായിട്ട് പൊടിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് നേരത്തെ പൊടിച്ചത് ഇപ്പോൾ ഉണ്ടെങ്കിൽ അതായാലും മതി. ഇത് ഞാൻ മസാലകൾ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നതെന്ന് അത് ഞാൻ ചേർക്കുമ്പോൾ പറയാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇത് ഒരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണയാവും നല്ലത്. ഞാനൊരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇവിടുത്തെ തണുപ്പായതുകൊണ്ട്, കാലിഫോർണിയയിൽ തണുപ്പായതുകൊണ്ട് കട്ടിയായിട്ടിരിക്കുക. അതിനൊപ്പം ഞാൻ ഒരു 1/2 ടീസ്പൂൺ കടുകും പിന്നെ കറിവേപ്പില ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു. അതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമുക്ക് അത് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ചതച്ച് വെച്ചേക്കുന്ന പച്ചമുളകും പിന്നെ സവാളയും ഒരു 4 സവാളയും ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് അത് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം. നമ്മൾ സവാള ചേർക്കുന്നതിനനുസരിച്ച് അതിന് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഇത് റോസ്റ്റ് ആയതുകൊണ്ട് എത്രയും സവാള ആയോ അത്രയും നല്ലതാണ്. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഉപ്പ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയാണ്. അതിനൊപ്പം ഞാൻ അടച്ചു വെച്ചു. അതൊരു ട്രാൻസ്പെറൻറ്റ് കളറാവും. അടച്ചു വെച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം വേവിക്കുമ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് കളറാവും. നമുക്ക് ആക്ച്വലി ഒരു നല്ല ഡാർക്ക് ഷെയ്ഡാണ് വരേണ്ടത്. അത്ര നേരം നമ്മളത് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഇട്ടാണ് വരേണ്ടത്. അതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. ഞാനൊരു 4 ടൊമാറ്റോ സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അത് ടൊമാറ്റോ നല്ലോണം വേവേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അത് വെന്തോന്ന് നോക്കാനായിട്ട്. പിന്നെ നല്ലോണം ഉടഞ്ഞു കിട്ടണം. അപ്പം നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാവുന്നതാണ്. ഇല്ല, ഇപ്പം നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. ഇനി മസാലപ്പൊടികൾ നമുക്ക് ചേർക്കാവുന്നതാണ്. ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്തു. അതിൻ്റെ പച്ച ചുവ മാറുന്നവരെ നമുക്ക് ഇളക്കാവുന്നതാണ്.
രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്ക് അത് ഇന്ന് അടുപ്പിൽ കിടന്ന് വേവിക്കണം. അതിൻ്റെ പച്ച ചുവ മാറുമ്പോഴേക്കും നമുക്ക് അടുത്തതായിട്ട് മല്ലിപ്പൊടി ചേർക്കാം. ഞാനൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അത് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് പിന്നെ ഇളക്കാവുന്നതാണ്. മല്ലിയുടെയൊക്കെ ആ ഒരു പച്ച ചുവ മാറിയില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന കറിയിൽ അതിൻ്റെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. സോ നല്ലവണ്ണം അതൊന്ന് മൂത്ത് കിട്ടണം. അത് മൂത്തതിന് ശേഷം നമുക്ക് മുളക് പൊടിയും ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന പെരുംജീരകവും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇപ്പോൾ ഒരു ലൈറ്റ് റെഡ് കളർ ഷെയ്ഡാണ്. നമുക്കിതൊന്ന് നല്ലവണ്ണം ബ്രൗൺ കളർ ഷെയ്ഡ് വരുന്നത് വരെ നമുക്കത് മൂക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതെ. ഇപ്പം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പിടിക്കത്തില്ല, എന്നാലും ഇളക്കി കൊടുക്കണം. പിന്നെ ഞാനൊരു ഇത് ഓപ്ഷണലാണ്. ഞാനൊരു 1.5 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അത് നെയ്യ് ഒരു മണവും ഒരു ടേസ്റ്റ് ഇച്ചിരി ഒന്നുകൂടെ ഒന്ന് പൊങ്ങി നിൽക്കും. അതിനാണ് ഞാനിപ്പോൾ നെയ്യ് ഒഴിച്ചേക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ലവണ്ണം മൂക്കുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. എത്രയും മൂപ്പിക്കോ അത്രയും നല്ല ടേസ്റ്റാണ് വരുന്നത്. സോ എനിക്ക് ഇച്ചിരി ഞാനിപ്പോൾ നല്ലവണ്ണം മൂപ്പിക്കുന്നുണ്ട്. ഇപ്പം നല്ല ബ്രൗൺ കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളം നമുക്ക് അതിലോട്ട് ഒഴിക്കാവുന്നതാണ്. എന്നിട്ട് അത് നമുക്ക് നല്ലവണ്ണം തിളപ്പിക്കേണ്ടത് ആവശ്യമാണ്. തിളപ്പിച്ച് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഇടാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലവണ്ണം തിളച്ചതിന് ശേഷം നമുക്ക് അത് നല്ല കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ആഡ് ചെയ്യാം അതിലോട്ട്. മുട്ട ആഡ് ചെയ്ത് അത് മിക്സ് ചെയ്ത് ഒരു 1/4 കപ്പ് വെള്ളം കൂടി അതിലോട്ട് ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നിങ്ങൾക്കിപ്പം ഇത്രയും കൺസിസ്റ്റൻസി മതിയെങ്കിൽ, അതായത് ഇച്ചിരി ചാറോടെ വേണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇതിലെടുക്കാം. ഇപ്പം ഇനി മുട്ട റോസ്റ്റ് എനിക്ക് ഇച്ചിരി കൂടി ഡ്രൈ ആയിട്ടാണ് വരുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടി ഒന്ന് വറ്റിച്ചെടുക്കുന്നതുകൊണ്ട്. ഇപ്പം നമ്മുടെ എഗ് റോസ്റ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ എണ്ണയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയിട്ട്. ഇത് ഒത്തിരി ടേസ്റ്റിയാണ്. നമ്മൾ ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും.